you. Okay, very good. Okay. എന്താണ് ഇനി നമ്മള് എന്താ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങളൊക്കെയാണോ എല്ലാവർക്കും? യെസ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? യെസ്. ഓക്കെ. All of you stand up. Attention. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. Okay. 5 lines of APG. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. Okay. Next warm up. Hands up. Hands down. Hands up. Hands down. Hands up. Hands down. Okay, 1, 2, 3, 4. അപ്പോൾ ടീച്ചർ 1 2 3 4 പറയുമ്പോൾ കൈയൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. 1 2 3 4. ടീച്ചർ കഴിഞ്ഞ ഗ്രൂപ്പിംഗ് മീറ്റിൽ ശ്രദ്ധിച്ചായിരുന്നു കൈയൊക്കെ എല്ലാവരും വെച്ചേക്കുന്നത് കേട്ടോ. 1 2 പേരുടെ കൈ വെച്ചിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് കേട്ടോ. ഒന്നും കൂടെ 1 2 3 4. Okay, all of you jump. Stop. Jump. Stop. Okay, all of you clap. Stop. Clap. Stop. Okay, clap and jump. Stop. Clap and jump. Stop. Okay, ഇനി എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നോ. അറ്റൻഷൻ ആയിട്ട് നിന്നോ. ഓക്കെ, ഇനി എല്ലാവരും ഒരുപോലെ ടീച്ചറിനെ ഇന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്ത് ഓർക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഇനി നല്ലൊരു സ്മൈൽ ചെയ്ത് എല്ലാവരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റൈം അങ്ങ് തുടങ്ങിയാലോ. നമ്മുടെ റൈം ഫസ്റ്റ് എന്തൊട്ടുള്ള റൈം നമുക്ക് പാടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? അപ്പൊ ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ടീച്ചറും നിങ്ങളും കൂടെ ഒരുമിച്ച് പാടണം. ആക്ഷൻ കാണിച്ച് പാടണം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. ആർ യു സ്ലീപ്പിംഗ്? Are you sleeping? Brother John. Brother John. Morning bells are ringing. Morning bells are ringing. Ding dang dong. Ding dang dong. Okay, next ding dong bell. Okay, start. Ding dong bell. Same action answer pade. Ding dong bell. Pussy's in the well. Pussy's in the well. Who put in her little tummy thin? Who pulled her out little tummy stout? What a naughty boy was that to drown poor pussycat. Okay, next Humpty Dumpty. Okay, start. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king horses and all the king's men could not put Humpty together again. Okay, next I hear thunder. Okay, start. I hear thunder. I hear thunder. Oh, don't you? Oh, don't you? Peter Butter raindrops. Peter Butter raindrops. I am wet too.
I am with through. So are you. Okay, next ഏതാണ്? Mary had a little lamb. അല്ലേ? Mary had a little lamb. Okay, start. Mary had a little lamb, little lamb, little lamb. Mary had a little lamb. Its fleece was white as snow. And everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. Okay, next ഏതായിരുന്നു? Row, row, row your boat. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. Okay. Last ഏതായിരുന്നു? Ring a ring of roses. Ring a ring of roses. Pocket full of posies. Husha, busha, we all fall down. Okay. അപ്പൊ ഇത്രയും റൈം ആയിരുന്നു അല്ലേ? ഇത്രയും റൈം നമുക്കറിയാം. എല്ലാവർക്കും അറിയാമല്ലോ? ഇതിൽ ഏത് റൈം ചോദിച്ചാലും എല്ലാവർക്കും അറിയാമല്ലോ. യെസ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടൈമില് നമ്മൾ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സെക്കൻഡ് ടൈമില് നമ്മൾ മൈ ലെറ്റർ ഐ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സെക്കൻഡ് ടൈം ടെക്സ്റ്റില് നമ്മള് മൈ ലെറ്റർ ഐ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സും പറയാം. ഐ വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. ടെക്സ്റ്റ് എടുത്ത് വെച്ചോളൂ എല്ലാരും. ഫസ്റ്റ് നമ്മളുടെ ഐ, മൈ ലെറ്റർ ഐ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ഐയും പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ നമ്മൾ പഠിച്ചില്ലേ? ഇവിടെ എല്ലാരും എഴുതി തന്നു. ഐ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചു ഇല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് പറയാം. ഐ ഫോർ ഇങ്ക് പോട്ട്. ഐ ഫോർ ഇങ്ക് പോട്ട്. ഐ ഫോർ ഇൻസെക്ട്. ഐ ഫോർ ഇൻസെക്ട്. ടീച്ചറോടൊപ്പം എല്ലാരും പറയണം കേട്ടോ. ഐ ഫോർ ഇഗ്ലൂ. ടെക്സ്റ്റ് നോക്കി പറഞ്ഞോ. പിക്ചർ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഇനി എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പിക്ചർ കണ്ടിട്ടല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ മൈ ലെറ്റർ ഐ വെച്ചിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ഐ ഫോർ ഇഗ്ലൂ. നെക്സ്റ്റ് എന്താണ്? ഐ ഫോർ ഇന്ത്യ. ഐ ഫോർ ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ഐ ഫോർ ഇൻസ്പെക്ടർ. ഐ ഫോർ ഇൻസ്പെക്ടർ. പിക്ചർ നോക്കിയിട്ടാണോ പറയുന്നത് എല്ലാരും? യെസ്. ഓക്കെ, ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ ഇഞ്ചക്ഷൻ. ഐ ഫോർ ഇഞ്ചക്ഷൻ. ഓക്കെ, ഐ ഫോർ ഇൻഡെക്സ് ഫിംഗർ. ഐ ഫോർ ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, അപ്പൊ മൈ ലെറ്റർ ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ. ഐ ആഫ്റ്റർ ജെ. മൈ ലെറ്റർ ജെ. ജെ പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ജെ ആൻഡ് സ്മോൾ ലെറ്റർ ജെ നമ്മൾ പഠിച്ചു ഇല്ലേ? ടെക്സ്റ്റ് അടുത്ത പേജ് എടുത്തോ. മൈ ലെറ്റർ ജെ. എന്തൊക്കെ പഠിച്ചു നമ്മൾ ജെ വെച്ച്? ജെ ഫോർ ജെക്. J for Jack. J for Jeep. J for Jeep. J for Jeans. പിക്ചർ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? J for Jeans. Okay. J for Joker. Joker. Okay, J for juice. J for juice. J for jet plane.
J for jet plane. Okay, J for jelly. J for jelly. J for jacket. J for jacket. Okay, next J after K. Capital letter K and small letter K. എടുത്തോ പേജിലാരും. My letter K. Say loudly. എല്ലാരും ഉറക്കെ എന്ന് പറഞ്ഞേ. My letter K. K for kite. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. K for kite. K for kangaroo. K for kangaroo. K for key. K for key. K for king. K for king. K for kettle. K for kettle. Okay. K for kid. K for kid. Text നോക്കുന്നുണ്ടോ എല്ലാവരും? പിക്ചർ നോക്കണം കേട്ടോ. Okay, next K for canal. K for canal. Okay, next K for kiwi fruit. എന്താണ്? K for kiwi fruit. Okay, next my letter L. Capital letter L and small letter L. My letter L. Say loudly. My letter L. Okay. L വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? L for ladder. L for ladder. L for lamp. L for lamp. L for leaf. L for leaf. L for lion. Lion ആരാ? നമ്മളുടെ king of the jungle അല്ലേ? L for lion. L for lizard. L for lizard. L for lock. L for lock. L for lorry. L for lorry. L for lollipop. L for lollipop. Okay, next L after my letter M. Capital letter M and small letter M. എടുത്തോ പേജ്. Okay, my letter M. ടെക്സ്റ്റ് നോക്കി പറഞ്ഞേ. My letter M. M ഒന്ന് തൊട്ട് കാണിച്ചേ ടീച്ചറിന്. നിങ്ങളുടെ ടെക്സ്റ്റ് തൊട്ടാ മതി. ക്യാപിറ്റൽ ലെറ്റർ M ഏതാണെന്ന് തൊട്ട് കാണിച്ചേ. This. Small letter M തൊട്ടോ. Okay, very good. അപ്പം നമ്മൾ M വെച്ച് എന്തൊക്കെ പഠിച്ചു? M for monkey. Monkey എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ ആണോ വൈൽഡ് ആനിമൽ ആണോ? എവിടെയാ മങ്കിയെ കാണുന്നത് നമ്മള്? ജിങ്കിളിലാണ് അല്ലേ? വൈൽഡ് ആനിമൽ ആണ് അല്ലേ? M for monkey. M for mug. Mug. M for mug. M for mango. King of the fruit അല്ലേ? M for mango. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. M for motorcycle. M for motorcycle. M for moon. moon എവിടെയാണ് നമ്മൾ കാണുന്നത്? സ്കൈയിൽ അല്ലേ? എവിടെയാണ് നമ്മൾ കാണുന്നത് മൂണിനെ?
for mat. M for medicine. Medicine നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? നമുക്ക് ഇൽനെസ് വയ്യായികൊക്കെ ഉള്ളപ്പോഴാണ് അല്ലേ, ഫീവർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് അല്ലേ. M for medicine. M for mask. M for mask. Okay, clear ആണല്ലോ? എല്ലാരും ടീച്ചറിനോടൊപ്പം പറയണം, എന്നാലേ നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റൂ. എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് അറിയണമെങ്കിൽ ടീച്ചറിനോടൊപ്പം പറഞ്ഞു തരണം. ഓക്കെ, നെക്സ്റ്റ് M after N. My letter N. Capital letter N and small letter n. കണ്ടല്ലോ? My letter N. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ നോ വേർഡ്സ് ആ പഠിച്ചേ? N for nurse. N for nurse. N for necklace. N for necklace. N for nose. എല്ലാരും nose ഒന്ന് തൊട്ട് കാണിച്ചേ. Nose. N for nose. Okay, next N for needle. N for needle. Okay, N for newspaper. N for newspaper. Okay, next N for net. N for net. N for nuts. N for nuts. N for nail. N for nail. Okay, next എന്താണ്? My letter O. എടുത്തോളാം. My letter O. Capital letter O and small letter O. My letter O. O for ox. O for ox. Text നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. O for ostrich. O for ostrich. O for orange. O for orange. Orange എന്താണ്? ഫ്രൂട്ട് ആണ് അല്ലേ, ഒരു ഫ്രൂട്ട് ആണ്. ഓക്കെ. O for octopus. O for octopus. Octopus നമ്മൾ എവിടെയാ പഠിച്ചത്? ഓർമ്മയുണ്ടോ? Octopus നമ്മൾ എവിടെയാ പഠിച്ചത്? വാട്ടർ ആനിമൽസിൽ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വാട്ടർ ആനിമൽസിൽ നമ്മൾ ഒക്ടോബസ് പഠിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് O for olive. O for olive. O for otter. O for otter. Okay, next my letter P. My letter P. എടുത്തോ പേജ്. നെക്സ്റ്റ് പേജ് അല്ലേ, തൊട്ടടുത്ത പേജ് അല്ലേ? Okay, my letter P. Capital letter P യും small letter P. Okay, P വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? P for parrot. P for penguin. P for penguin. P for peacock. P for peacock. P for papaya. P for papaya. Papaya നമ്മൾ ഫ്രൂട്ട്സിൽ പഠിച്ചതാ അല്ലേ? P for papaya. P for potato. P for potato. P for peanuts. P for peanuts. P for pizza. P for pizza. And P for pencil. P for pencil. Text നോക്കി പറയണം കേട്ടോ.
കേട്ടോ. അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. പിക്ചർ നോക്കി ടീച്ചർ പറയുമ്പോൾ പിക്ചർ നോക്കി എല്ലാവരും പറയണം കേട്ടോ, ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടേ. ഓക്കെ, മൈ ലെറ്റർ Q. എന്താണ് മൈ ലെറ്റർ Q? ക്യാപിറ്റൽ ലെറ്റർ Q ആൻഡ് സ്മോൾ ലെറ്റർ Q. Q വെച്ച് നമ്മൾ എന്തൊക്കെയാണ് വേർഡ്സാ പഠിച്ച? Q വെച്ച് എല്ലാവർക്കും ഇത്തിരി പാടാണ് അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനി എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ എല്ലാവരും പഠിച്ചോളൂ. ഓക്കെ, Q for quilt. Q for quilt. Q for queen. Q for queen. Q for quiver. Q for quiver. Q for kite. മിണ്ടാതിരിക്കാൻ നമ്മൾ പറയില്ലേ, ടീച്ചർ കണ്ടോ? Q for kite. Q for kite. Q for quill. Q for quill. Q for quarter. Q for quarter. And Q for cock. Cock. Okay. Next അടുത്ത പേജ് മൈ ലെറ്റർ R. Say loudly. ഒക്കെ പറയൂ, ടീച്ചർ കേൾക്കട്ടെ. മൈ ലെറ്റർ R. ക്യാപിറ്റൽ ലെറ്റർ R and സ്മോൾ ലെറ്റർ R. ഓർ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചില്ലയോ? പറയാം നമുക്ക്. ഓക്കെ, R for robot. R for robot. R for rabbit. R for rabbit. R for rainbow. R for rainbow. R for rose. R for rose. R for rocket. R for rocket. R for radish. R for radish. Okay, R for radio. R for radio. And R for ribbon. R for ribbon. Okay, അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് നമ്മൾ സെക്കൻഡ് ടൈമിലെ ലെറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ലെറ്റേഴ്സ് തേർഡ് ടൈമിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം 6 വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ വേർഡ്സ് പഠിച്ചു അല്ലേ? ഡു ആൻഡ് സേ. ഏതൊക്കെ ആക്ഷൻ വേർഡ്സ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുന്നേ ഓൾവേസ് സ്റ്റാൻഡ് അപ്പ്. ബോഡി ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് എല്ലാവരും ഷേക്ക് ചെയ്തോ? ഓക്കെ, ഇനി നല്ലൊരു ചിരി ഇരിച്ച എല്ലാവരും. ഓക്കെ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമ്മള് ആക്ഷൻ വേർഡ്സ് ഡു ആൻഡ് സേ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പുഷ്, pull, hit, jump, hold, smell, yarn, bite, skip, lick, hop, leap. ഇത്രയും ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ സ്വന്തം GK ആണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ GK. അപ്പൊ GK എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് നമ്മളുടെ എക്സാമിന് വരുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് ടൈം GK എന്നാ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കണ്ടേ എല്ലാവർക്കും? പഠിക്കണോ? യെസ് ഓർ നോ? യെസ്. ഫുൾ മാർക്ക് മേടിക്കണോ GKക്ക്? ഫുൾ മാർക്ക് മേടിക്കണോ എല്ലാവർക്കും? യെസ്. ഒരു മാർക്ക് പോലും കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പൊ എന്താ വേണ്ടുന്നത്? ടീച്ചർ GK പറയുമ്പം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. നമുക്ക് കുറെ കൺഫ്യൂഷൻ വരുന്ന GK ആണല്ലേ സെക്കൻഡ് ടൈമില്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. എല്ലാവരും ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ശ്രദ്ധിക്കണം, അതിനുശേഷം ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കും, ആൻസർ നിങ്ങളാണ് പറയേണ്ടത്, ടീച്ചർ അല്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Which is the largest animal in the world? Largest animal ഏതാണെന്നാണ് ടീച്ചർ ചോദിച്ചത്. Which is the largest animal in the world? ആൻസർ പറഞ്ഞോ. Blue whale. ഒന്നുകൂടെ പറഞ്ഞേ. Blue whale. Okay, which is the largest animal in the world? Blue whale. Okay, clear ആണല്ലോ? Yes. What does the heart pump? എന്താണ് heart pump ചെയ്യുന്നത്? What does the heart pump? എന്താണ്? Blood. എന്താണ്? Blood. ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചതിന് ശേഷം ആൻസർ പറയാം. Okay, next. Which is the smallest bird? Smallest bird. Which is the smallest bird? ഏതാണ് smallest bird? ഏതാണ്? Hummingbird. Which is the smallest bird? Answer. Hummingbird. Okay. Next. Which is the biggest bird in the world? ഏതാണ് ബിഗ്ഗസ്റ്റ്? സ്മോളസ്റ്റ് നമ്മൾ ഹമ്മിങ് ബേർഡ് പറഞ്ഞു. ബിഗ്ഗസ്റ്റ് ബേർഡ് ഏതാണ്? നമ്മൾ മാത്സിൽ പഠിച്ച ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ബിഗും സ്മോളും പഠിച്ച സമയത്ത് എന്താണ് നമ്മൾ പഠിച്ചത്? ഓസ്ട്രിച്ച്. ഏതാണ്? ഓസ്ട്രിച്ച് അല്ലേ? വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ്? ആൻസർ ഓസ്ട്രിച്ച്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസേർട്ട് ഇൻ ദ വേൾഡ്? ലാർജസ്റ്റ് ഡിസേർട്ട് മരുഭൂമിയാണ് ടീച്ചർ ചോദിച്ചത്. ലാർജസ്റ്റ് ഡിസേർട്ട് ഏതാണ്? സഹാറ. സേ സഹാറ. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദ ലാർജസ്റ്റ് വെഹിക്കിൾ. ലാർജസ്റ്റ് വെഹിക്കിൾ ഏതാണ്? ട്രെയിൻ. ആലോചിച്ചിട്ട് പറയണം കേട്ടോ. Okay, next. Name the king of the jingle. Name the king of jingle. അല്ലെങ്കിൽ name the king of forest. ആരാണ്? Lion. Name the king of forest. Answer. Lion. എല്ലാവർക്കും അറിയാലോ അല്ലേ? Okay, name the queen of flowers. ഏതാണ് queen of flowers? ഫ്ലവേഴ്സ് എന്താണ്? പൂക്കൾ അല്ലേ? ക്യൂൻ ഓഫ് ഫ്ലവർ ഏതാണ്? റോസ്. ഓക്കെ, ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ്. നെയിം ദ ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ്. ആൻസർ റോസ്. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദ കിങ് ഓഫ് ഫ്രൂട്ട്. പഴങ്ങളുടെ രാജാവ് ആരാണ്? നെയിം ദ കിങ് ഓഫ് ഫ്രൂട്ട്. മാംഗോ. ആൻസർ. Name the king of fruit. Answer is mango. Okay, next. Name the king of bird. King of bird. പക്ഷികളുടെ ഏതാണ്? Eagle. Answer. Eagle. Okay, next. Who is known as Bapu? Answer. Mahatma Gandhi. Who is known as Bapu? Mahatma Gandhi. Okay, next. Which is the festival of colors? Festival of colors. Answer. Holi. Answer is Holi. Okay, next. How many letters are there in alphabet? How many letters? 26. How many letters are there in alphabet? Answer 26. Okay. Next. Who treats us when we are sick? നമുക്ക് അസുഖം വരുമ്പം നമ്മൾ ആരാണ് ശുശ്രൂഷിക്കുന്ന? ആരാണ്? ഡോക്ടർ. Who treats us when we are sick? Answer. Doctor. Okay. Who bring letters at home? Who bring letters at home? Postman.
പോസ്റ്റ്മാൻ ലെറ്റർ ഒക്കെ വീട്ടിൽ കൊണ്ടുവരുന്നേ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഹൂ ബ്രിങ് ലെറ്റേഴ്സ് അറ്റ് ഹോം? പോസ്റ്റ്മാൻ. ഓക്കെ, നെക്സ്റ്റ് ഹൂ റിപ്പയർ പൈപ്സ്? പൈപ്സ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആരാണ്? പ്ലംബർ. ആൻസർ പ്ലംബർ. ഓക്കെ, നെക്സ്റ്റ് ഹൂ റിപ്പയർ ഇലക്ട്രിക് ഐറ്റംസ്? ഇലക്ട്രിക് ഐറ്റംസ് റിപ്പയർ ചെയ്യുന്ന ആരാണ്? ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഹൂ കൺസ്ട്രക്ട്സ് ബിൽഡിംഗ് ആൻഡ് ഹോംസ്? കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിർമ്മിക്കുന്ന ആരാണ്? മേസൺ. അല്ലേ? ഹൂ കൺസ്ട്രക്ട്സ് ബിൽഡിംഗ് ആൻഡ് ഹോംസ്? മേസൺ. ഓക്കെ, മേസൺ. ഓക്കെ, നെക്സ്റ്റ് ഹൂ റിപ്പയർ ഷൂ? ഷൂ റിപ്പയർ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? കോംബ്ലർ. ഹൂ റിപ്പയർ ഷൂ? ആൻസർ cobbler. Okay, next who cares sick people in hospital? Hospital ആരാണ്? nurse. Answer nurse. Who take care of garden? Gardener. Who take care of garden? Gardener. Okay, next who teaches us the lesson? ആരാ നിങ്ങളെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആരാ? Who teaches us the lesson? Teacher. Okay, name the holy book of Muslims. Answer Quran. Name the holy book of Muslims. Answer Quran. Okay, next which is the longest river in the world? Longest river? Nile. Next question, who invented radio? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടീച്ചർ ചോദിക്കുന്നത് who invented radio? റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. ആൻസർ മാർക്കോണി. Who invented radio? ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പറഞ്ഞേ. Who invented radio? Answer മാർക്കോണി. ഒന്നുകൂടെ പറയാം. Who invented radio? മാർക്കോണി. Who invented radio? മാർക്കോണി. Okay, next question പറഞ്ഞോ. Who invented telephone? Who invented telephone? Answer Alexander Graham Bell. Alexander Graham Bell. ഒന്നുകൂടെ പറയാം. Who invented telephone? Who invented telephone? Alexander Graham Bell. Okay, next ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു കേട്ടോ. Who invented aeroplane? Who invented aeroplane? Wright brothers. Answer Wright brothers. ഒന്നുകൂടെ പറഞ്ഞോ ടീച്ചറിനോടൊപ്പം. Who invented aeroplane? Who invented aeroplane? Wright brothers. Okay, next who invented telescope? Who invented telescope? Telescope കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ. ആൻസർ ഗലീലിയോ. ഒന്നുകൂടെ ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. ക്വസ്റ്റ്യൻ പറഞ്ഞേ. Who invented telescope? Answer Galileo. Okay, next name the holy book of Hindu. Name the holy book of Hindu. Bhagavad Gita. Bhagavad Gita. Okay, next how many months in a year? How many months in a year? എത്ര മന്താണ്? 12. How
many months in a year? 12 months. Okay. Next. Where is the gateway of India? Where is the gateway of India? Answer: Mumbai. Where is the gateway of India? Answer: Mumbai. Okay, next. What is the name of our planet? Earth. What is the name of our planet? Earth. Okay. Next. Which is the highest mountain? Which is the highest mountain? Mount Everest. Mount Everest. Which is the highest mountain? Mount Everest. Okay. Next. Where is the India Gate? Where is the India Gate? Answer: New Delhi. Okay. Where is the India Gate? Where is the India Gate? Answer: New Delhi. Okay. Next. What is the shape of cricket ball? What is the shape of cricket ball? Round. Okay. Next. What does cow give us? Answer: milk. Okay. What does cow give us? Cow നമുക്ക് എന്താ തരുന്നത്? Milk. What does cow give us? Milk. Answer. Next. What is the time for bed? ഏത് ടൈമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈം ഏതാണ്? നൈറ്റ്. Okay. Answer: night. Okay. What is the time for bed? What is the time for bed? Answer: night. Okay. Next. Which is the common bird? ഏതാണ് common bird? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു bird ഏതാണ്? Crow. Okay. Next. Which is the colorful insects? ഏതാണ്? Colorful insect. Butterfly. നല്ല ഭംഗിയല്ലേ ബട്ടർഫ്ലൈ കാണാൻ? ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? Okay. അപ്പോൾ എന്താണ്? Which is the colorful insects? Answer: butterfly. Which is the colorful insect? Which is the colorful insect? Answer: butterfly. Next. Where is the India Parliament located? New Delhi. Where is the India Parliament located? Where is the India Parliament located? Answer: New Delhi. See? New Delhi. Okay. Next. Which is the largest organ? Which is the largest organ? Answer: liver. Okay. Last one. Which is the land of rivers? Which is the land of rivers? Punjab. Answer: Punjab. ഒന്നുകൂടെ ടീച്ചർ ക്വസ്റ്റ്യൻ പറയാം. Which is the land of rivers? Answer: Punjab. Okay. അപ്പൊ GK എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ GK? അപ്പൊ നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് കേട്ടോ. ഈ GK ആണ് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന GK ആണ്. ഓക്കെ. നമ്മൾ മാത്സ് എവിടെ വരെ പഠിച്ചത്? 1 to 20 വരെ നമ്മൾ പഠിച്ചു അല്ലേ? 1 to 20 വരെ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മളെ ടീച്ചർ എന്താ പറഞ്ഞ മാത്സ് എഴുതുന്ന സമയത്ത് നല്ല ഉറക്കെ പറഞ്ഞ് എഴുതണം 1 2 3 കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാരും ഉറക്കെ പറഞ്ഞോ. 1 2 3 4 5 after orka para dis kayite 5 after 6 parnnu onnu dis edda 7 8 9 ഈ 7
8, 9 ഒക്കെ ടീച്ചർ എഴുതുന്നതൊക്കെ തന്നെയാണോ എല്ലാവരും എഴുതുന്നത്? ഓക്കെ 9 after 10. 10 എങ്ങനെ എഴുതും നമ്മള്? 1 0 10. 1 0 10. 10 after 11. 11 എങ്ങനെ എഴുതുന്നേ? പറഞ്ഞേ എങ്ങനെ 11 നമ്മൾ എഴുതുന്നേ? 1 1 11 1 2 12 1 3 13 1 4 14 1 5 15 1 6 16 1 7 17. ടീച്ചർ എഴുതാനൊക്കെ എഴുതണം കേട്ടോ. 1 8 18 1 9 19. 19 after 20. 20 എങ്ങനെ എഴുതുന്നേ? 2 0 20. 2 0 20. All of you stand up. ടീച്ചർ പറയുമ്പോ ഉറക്കെ പറയണം കേട്ടോ. ഓക്കെ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, sit down. Okay, അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മാത്സ് ആണ്. മാത്സിൽ ടീച്ചർ കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ടെക്സ്റ്റ് ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ പേജ് നമ്പർ 70 കണ്ടോ? പിക്ചർ കണ്ടല്ലോ. എടുത്തോ, ഈ പേജ് എടുത്തോ. 70 പേജ് നമുക്ക് ഇപ്പൊ തന്നെ കൗണ്ട് ചെയ്ത് എഴുതാം. കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് കേട്ടോ. എല്ലാവരും എടുത്തോ ഈ പേജ് 70, പേജ് നമ്പർ 70 എടുത്തോ. 70 പേജ് എടുത്തോ. പിക്ചർ കണ്ടല്ലോ ഏതാണെന്ന്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കൗണ്ട് ആൻഡ് റൈറ്റ്. ഓക്കെ, കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് objects in each set. Draw line to connect the sets with the same number of objects. അപ്പം നമ്മുടെ പിക്ചറിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ വേണ്ടത്? കൗണ്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ കോളത്തിൽ എന്ത് എഴുതണം? ആ ബോക്സിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പർ എഴുതണം. എഴുതിയതിന് ശേഷം ഫസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ നിങ്ങളുടെ ഹോംവർക്ക് തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കൗണ്ട് ചെയ്യാം. ആർ യു റെഡി? അപ്പൊ ടീച്ചറിന്റെ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടെക്സ്റ്റ് കൗണ്ട് ചെയ്ത് നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? ബട്ടർഫ്ലൈ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ബട്ടർഫ്ലൈ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൗണ്ട് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ കൗണ്ട് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്? ഭയങ്കര സ്പീഡിൽ എല്ലാവരും കൗണ്ട് ചെയ്യണമെന്നാണോ ടീച്ചർ പറഞ്ഞേ? അല്ല, പിന്നെന്താ ടീച്ചർ പറഞ്ഞേ? പതുക്കെ നമ്മുടെ പെൻസിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് ആ പെൻസില് ഓരോ ഒബ്ജക്ട്സിലും കൊണ്ടുവച്ച് വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ. നമ്മൾ സ്പീഡിൽ കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. സ്പീഡിൽ കൗണ്ട് ചെയ്യാറായില്ല, കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ കൗണ്ട് ചെയ്യാം. അപ്പൊ ടീച്ചർ പറയുന്ന അനുസരിക്കും എല്ലാവരും? അനുസരിക്കും. നല്ല കുട്ടികളാണെങ്കിൽ അനുസരിക്കും. ഗുഡ് ആണെങ്കിൽ ടീച്ചർ പറയുന്ന അനുസരിക്കും. എല്ലാവരും അനുസരിക്കുമോ? വെരി ഗുഡ്, താങ്ക്സ്. ഓക്കെ, അപ്പൊ എല്ലാവരും ടീച്ചർ പറയുന്ന അനുസരിക്കുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് ഫസ്റ്റ് കൗണ്ട് ചെയ്യാം. ആരെ റെഡി? റെഡി ആണെങ്കിൽ യെസ് ടീച്ചർ പറ. യെസ് ടീച്ചർ. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് നമുക്ക് ബട്ടർഫ്ലൈ കൗണ്ട് ചെയ്യാം. ടീച്ചർ തൽക്കാലം ചോക്ക് വെച്ചിട്ട് കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6. എത്ര നമ്മൾ കൗണ്ട് ചെയ്തത്? അപ്പൊ ആ ബോക്സിൽ എഴുതിക്കോ 6. എഴുതിയോ ബോക്സിൽ 6? ഓക്കെ, എന്നിട്ട് എഴുതിയല്ലോ 6. ഓക്കെ, നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആണ്. 1 2 3 4 5 6 7 8 9 10. 1 0 10. 10 എവിടെയാ നമ്മള്? ആ ബോക്സിൽ, ഫ്ലവറിന് നേരെ കാണുന്ന ബോക്സിൽ 10 എഴുതണം. എഴുതിയല്ലോ? ഓക്കെ, 10 എഴുതിയല്ലോ. നെക്സ്റ്റ് പതുക്കെ കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8. നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്? 8. അപ്പൊ ആ ബോക്സിൽ എത്ര എഴുതണം? നമ്മൾ കൗണ്ട് ചെയ്ത് എത്രയാണോ എത്ര എഴുതണം. എഴുതിയോ എല്ലാവരും? 8. എഴുതിയോ 8? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9. നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്? 9. അപ്പൊ ഈ ബോക്സിൽ എന്താ എഴുതാം? 9. ഓക്കെ, എഴുതിയോ? 9 എഴുതിയോ? എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. മാത്സ് ഒക്കെ പഠിച്ച് ഇത്രയും നാളായില്ലേ, പെട്ടെന്ന് പെട്ടെന്ന് എഴുതാമല്ലോ. നിങ്ങൾ നല്ല കുട്ടികളല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകുന്ന കുട്ടികളാണ്, എനിക്കറിയാം. ഭയങ്കര സ്പീഡാ കൗണ്ട് ചെയ്യാനൊക്കെ. ടീച്ചർ ചുമ്മാ അറിയാം, പതുക്കെ കൗണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. നമ്മൾ എത്ര എഴുതണം ബോക്സില്? 10. 1 0 10. ഓക്കെ, എഴുതിയോ എല്ലാവരും? എഴുതിയോ ഇവിടെ? 10 1 0 10. ഉറക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ. കൗണ്ട് ചെയ്യുമ്പോൾ ഉറക്കെ കൗണ്ട് ചെയ്യണം, എഴുതുമ്പോൾ ഉറക്കെ പറഞ്ഞ് എഴുതണം. ഓക്കെ, നെക്സ്റ്റ്. 1 2 3 4 5 6. എത്ര നമ്മൾ എഴുതണ്ടേ? നമ്മൾ കൗണ്ട് ചെയ്തത് 6 ആണ്. അപ്പൊ നമ്മൾ 6 എഴുതണം. 6. ഓക്കെ, എഴുതിയോ എല്ലാവരും? 6 എഴുതിയോ? എഴുതിക്ക് ഫിനിഷ് പറ. ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ്. 1 2 3 4 5 6 7 8 9.
9 balls. 9 എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 5 6 7 8. ബോക്സിൽ എത്ര എഴുതേണ്ടത്? നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്? 8. കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യുന്ന എത്രയാണോ അതാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര നമ്മൾ കൗണ്ട് ചെയ്തത്? 8. ഇനി എല്ലാവർക്കും കൂടി ഇനി ഒരു ഹോംവർക്ക് ആണ്. അതെന്താന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതിയല്ലോ. നമ്മൾ കൗണ്ട് ചെയ്ത് ടെക്സ്റ്റ് എല്ലാവരുടെയും ടെക്സ്റ്റിലും എഴുതിയല്ലോ. എഴുതിയോ? എല്ലാവരും എഴുതിയോ? കൗണ്ട് ചെയ്ത് എഴുതിയല്ലോ. ഇപ്പൊ ടീച്ചറിന്റെ കൂടെ തന്നെ എഴുതിയല്ലോ എല്ലാവരും. എഴുതിയവർ യെസ് ടീച്ചർ പറഞ്ഞോ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുട്ടികൾ കേട്ടോ. അപ്പൊ ഇനി ടീച്ചർ പറയുന്നത്, ഇനി ടീച്ചർ ഒരൊറ്റ എണ്ണം കാണിച്ചു തരാം. ഇനി നമുക്ക് സെയിം നമ്പേഴ്സ് മാച്ച് ചെയ്യണം. അതായത് ഒരെണ്ണം ടീച്ചർ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. 6ഉം 6ഉം കണ്ടല്ലോ. അതുപോലെ സെയിം നമ്പേഴ്സ് മാച്ച് ചെയ്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, സെൻഡ് ചെയ്ത് തരുമല്ലോ എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എന്തായിരുന്നു നമ്മളുടെ ടീച്ചർ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആട്ടോന് വരെ കാണാതിരുന്ന വീഡിയോ ടീച്ചറിന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചറിന് അയച്ചു തന്നവരുടെ പേര് ടീച്ചറിന്റെ കയ്യിലുണ്ട്. ടീച്ചറിന് എല്ലാവരുടേതും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എവിടം വരെ എഴുതാൻ അറിയാവോ അവിടം വരെ മതി കാണാതിരുന്ന വീഡിയോ ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, അയച്ചു തരുമല്ലോ എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൺഡേയിലെ ക്ലാസ്, ആ മൺഡേയിലെ ക്ലാസ്സിൽ ടീച്ചർ പറയും ആരുടെയൊക്കെ ടീച്ചറിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവരും ടീച്ചറിന് അയച്ചു തന്നേ പറ്റൂ. നമ്മൾ ആദ്യം വരെ ടീച്ചർ ഇത്രയും സ്ലോയിലല്ലേ പോയത്. എല്ലാവരും പഠിക്കേണ്ട സമയമായി. ഓക്കെ, അപ്പൊ മറന്നു പോവാതെ ടീച്ചറിന് അയച്ചു തരാത്തവരെ അയച്ചു തരണം. അതുപോലെ നമ്മളുടെ കേഴ്സീവ് റൈറ്റിംഗ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, കേഴ്സീവ് എഴുതുന്ന ടെക്സ്റ്റ്, അതിൽ ഇനി 1-2 പേരും കൂടെ ടീച്ചറിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ന്യൂ വരെ പഠിച്ചത് ന്യൂ വരെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും അയച്ചിട്ടുണ്ട്. 1-2 പേരും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ ടീച്ചറിന് കേഴ്സീവ് ടെക്സ്റ്റിലും കൂടെ എഴുതിയിട്ട് അയച്ചു തരണം. ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് ടീച്ചർ നമ്മൾ NC's ന്യൂ വരെ പഠിച്ചു. അപ്പൊ അടുത്ത എന്താണ്? അടുത്ത കേഴ്സീവ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് സൗണ്ട്സ് പറയാം. ഓക്കെ, all of you stand up. ബോഡി ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്തേ. ഓക്കെ, sit down. A says A. A says A. B says B. B says B. C says K. D says D. E says A. F says F. G says G. H says H. I says E. J says J. K says K. L says L. M says M. N says N. നമ്മൾ പുതിയ ലെറ്റർ പഠിക്കാൻ പോവാണ്. ഓ, ഓന്റെ സൗണ്ട് എന്താണെന്നറിയോ? O says O. O says O. Okay, O says O. ഓന്റെ സൗണ്ട് എന്താണ്? ഓ. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ സ്ട്രോക്ക് എഴുതാൻ പഠിച്ചു അല്ലേ?
അറിയാമല്ലോ സ്ട്രോക്ക് എഴുതാൻ എല്ലാവർക്കും. പിന്നെ നമ്മൾ എ സീസ് ആ പഠിച്ചു. എഴുതുമ്പോൾ തന്നെ പറയണം കേട്ടോ. എ സീസ് ആ. എ സീസ് ആ. ബി സീസ് ബ. ബി സീസ് B. Okay. B says B. C says K. C says K. D says D. ഉറക്കെ പറഞ്ഞേ. D says D. E says A. ഇതിന്റെ സൗണ്ട് എന്താ? E says A. F says F. F says F. Okay. G says G. G says G. H says H. ഉറക്കെ പറ. H says H. I says E. I says E. J says J. ലൈൻസ് ഒക്കെ എല്ലാവരും നോക്കണേ, ശ്രദ്ധിച്ച്. J says J. K says K. K says K. L says L. എല്ലിന്റെ സൗണ്ട് എന്താണ്? L. L says L. M says M. M says M. N says N. O says O. ശ്രദ്ധിച്ച് നോക്കണേ. O says O. എളുപ്പമല്ലേ എഴുതാൻ? O says O. Say loudly എല്ലാവരും ഉറക്കെ പറഞ്ഞേ. O says O. ഒയുടെ സൗണ്ട് എന്താ? O. O says O. Okay. O says O. എന്താ ഒയുടെ സൗണ്ട്? O says O. കണ്ടല്ലോ ലൈൻസ് ഒക്കെ നോക്കി. O says O. Okay. Okay, അപ്പൊ എല്ലാരും കണ്ടല്ലോ. O says O. എഴുതാ എളുപ്പല്ലേ? എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചറിന് എല്ലാരും O says O 2 പേജ് എഴുതുക. add to over 2 ടൈം എഴുതി ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ O says O 2 പേജ് പറഞ്ഞെഴുതുക. add to over 2 ടൈം എഴുതി ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ ടീച്ചറിനെ കാണാതെ എഴുതി കാണിക്കാത്തവർ ഇന്ന് തന്നെ ടീച്ചറിനെ എഴുതി അയച്ചു തരണം. ഓക്കെ, അയച്ചു തരുമല്ലോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നല്ല കുട്ടികളായിട്ടിരിക്കണം, പറഞ്ഞെഴുതണം. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു ടീച്ചർ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ എവരിവൺ. ഹാവ് എ നൈസ് ഡേ.